അതാണോ പാർക്കിന്റെ എവിടെ പോകുന്നു രാത്രി? നമ്മൾ പോകുന്നു എങ്ങോട്ടെങ്കിലും സ്ഥലം ഒന്ന് അറിഞ്ഞോളാം. നമ്മൾ വീട്ടിൽ പോകുന്നു. ഹലോ ഗായ്സ്, നമ്മൾ വൈകുന്നേരം ചെറിയൊരു ഔട്ടിങ്ങിന് ഇറങ്ങിയ കേട്ടോ പിള്ളേരുമായിട്ട്. അവർക്ക് അറിഞ്ഞുകൂടാ എവിടാ പോകുന്നതെന്ന്. കൊച്ചാൾക്ക് ഒട്ടും അറിയത്തില്ല, വലിയയാൾക്ക് പിന്നെയും കടകളുടെ പേരും കാര്യങ്ങളും ഒക്കെ അറിയാം. പക്ഷെ നമ്മൾ പറഞ്ഞിട്ടില്ല എവിടാ പോകുന്നത്. വാ ചുമ്മാ കറങ്ങാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നേ കേട്ടോ. നമ്മൾ ഫസ്റ്റ് മിനിസോയിലേക്കാണ് പോകുന്നത്. ആമിക്ക് അവിടെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ നമ്മൾ പറഞ്ഞിട്ടില്ല അങ്ങോട്ടാണ് പോകുന്നതെന്ന്. അപ്പോൾ നമ്മൾ വഴിയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് അവിടെ പോകുന്നു ഇവിടെ പോകുന്നു എന്നൊക്കെ പറഞ്ഞാൽ കൊണ്ടുവന്നത്. ഇപ്പോൾ ആളുടെ എക്സ്പ്രഷൻ നമുക്കൊന്ന് കാണാം കേട്ടോ. നമ്മളിതാ മിനീസ് എത്തിയിട്ടുണ്ട്, നമ്മൾ അങ്ങോട്ട് കയറുവാണേ. അപ്പോൾ എനിക്കിങ്ങനെ സർപ്രൈസൊക്കെ കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവരെന്തായാലും ഞെട്ടിയിട്ടുണ്ട്. നമ്മൾ അകത്തോട്ട് കയറുവാണേ. മിനീസിനെക്കുറിച്ച് ഞാനങ്ങനെ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. നല്ല ക്യൂട്ട് ഐറ്റംസ് കിട്ടുന്ന ഒരു ഷോപ്പാണ്. അത്യാവശ്യം റേറ്റും ഉണ്ട്. പക്ഷെ നമ്മൾ പോയ ടൈമിൽ പ്രത്യേകിച്ച് അങ്ങനെ കളക്ഷൻസും കാര്യങ്ങളും ഒന്നുമില്ല. എങ്കിലും കുറേ നേരം ഇങ്ങനെ കറങ്ങി കണ്ടു. കുറേ ടോയ്സും സോഫ്റ്റ് ടോയ്സും അതുപോലെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ മിറർ സെൽഫീസും അതൊരു മസ്റ്റാണല്ലോ. അതൊക്കെ എടുത്തിട്ട് നമ്മളിങ്ങനെ കുറേ കറങ്ങി നടന്നു കേട്ടോ. ആളുടെ ഇപ്പോൾ കറൻലി ഉള്ള പരിപാടിയാണ് ഈ ജേണൽ റൈറ്റിങ്. അപ്പോൾ അതിൻ്റെ സെക്ഷനിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. നമ്മൾ കുറേ കുഞ്ഞു ബുക്സും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. നമ്മളങ്ങനെ എടുത്തു കേട്ടോ കുറച്ച് ഐറ്റംസ്. വേണ്ടേ കുറച്ച് ഐറ്റംസും ഒരു വലിയ ബില്ലും. അതാണ് കേട്ടോ പറഞ്ഞുകൊണ്ട് വരുന്നത്. നമ്മൾ നേരെ അടുത്തത് പോയത് ലുലുവിലേക്കാണ്. നമുക്ക് വിശന്നിട്ട് വയ്യായിരുന്നു. സോ നമ്മൾ ആദ്യം ഒന്ന് കറങ്ങിയെങ്കിലും പിന്നെ വിചാരിച്ചു ഫുഡ് കഴിച്ചിട്ട് കയറാമെന്ന്. വേറെ ഓപ്ഷൻസ് ഒന്നും നോക്കാൻ നിന്നില്ല. ഡയറക്റ്റ് KFCയിലേക്കാണ് നമ്മൾ കയറിയത്. KFC ചെന്ന് കഴിഞ്ഞാൽ എനിക്കങ്ങനെ ഓർഡർ ചെയ്യാൻ പ്രത്യേകിച്ച് ഡൗട്ടൊന്നും ഇല്ല കേട്ടോ. എനിക്ക് അവരുടെ ആകെ ഫ്രൈഡ് ചിക്കൻ മാത്രമേ ഇഷ്ടമുള്ളൂ. എനിക്ക് അവരുടെ ബർഗേഴ്സും കാര്യങ്ങളും ഒന്നും ഒട്ടും ഇഷ്ടമല്ല. നമ്മളങ്ങനെ കുറച്ച് വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ഫുഡ് കിട്ടിയത്. എല്ലാവർക്കും നല്ല വിശപ്പായതുകൊണ്ട് ബാക്കിയൊന്നും റെക്കോർഡ് ചെയ്തില്ല. ഇതാ ഇപ്പോൾ കാണാനുള്ള അവസ്ഥ. ഇതായിരുന്നു അന്നത്തെ ഫുഡ് അടിയുടെ ലാസ്റ്റ് അടിയും കഴിഞ്ഞ് നമ്മൾ നേരെ ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നു. ക്ലോസിങ് ടൈം ആയതുകൊണ്ട് തന്നെ അധികം ക്ലിപ്സോ കാര്യങ്ങളോ ഒന്നും ഷൂട്ട് ചെയ്യാൻ സാധിച്ചില്ല. നമ്മളവിടെ നിന്ന് കുറച്ച് പർച്ചേസിങ് ഉണ്ടായിരുന്നു അത്യാവശ്യം. പിന്നെ ഇതെൻ്റെ ഫേവറേറ്റ് ആയിട്ടോ, അവരുടെ ഹൈവിൻ്റെ ഹണി കേക്ക്. ഇത് കോഫി ഫ്ലേവറാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഈ ഐറ്റം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വേറെ ആർക്കും അധികം ഇഷ്ടമല്ല, പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ്. നമ്മളങ്ങനെ ആസ്വദിച്ച് തട്ടി വിടുന്നുണ്ട്. പിന്നെ സൈഡിലിരിക്കുന്ന ആൾക്കും കൊടുക്കുന്നില്ല. ഒരാൾ മിസ്സിങ് ആണെന്ന് നിങ്ങൾക്കിപ്പോൾ തോന്നില്ലേ? ആളവിടെ തന്നെ ഉണ്ട് കേട്ടോ. ആൾ ഫ്ലാറ്റാണ്, ക്ഷീണം കൊണ്ട് കിടക്കുവാണ്. നമ്മളപ്പോൾ തിരിച്ച് വരുന്ന വഴിക്ക് ഒരു പിസ്സയും കൂടെ വാങ്ങിയിട്ടാണ് വീട്ടിലേക്ക് വന്നത്. നമ്മളെല്ലാവരും വിശപ്പിൻ്റെ അസുഖമുള്ളവരായതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം ഒരു പിസ്സയും കൂടെ കഴിച്ചിട്ടാണ് നമ്മൾ അവസാനിപ്പിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. വേറെ അടിപൊളി വീഡിയോസോട് ഉടനെ തന്നെ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.